ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലൊന്നും പൊരിക്കാതെ മൈദയും ബ്രെഡും ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരാൾക്ക് ഒരു പീസ് തിന്നാൽ തന്നെ വയറ് നിറയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ പോളക്ക് വേണ്ടിയിട്ടുള്ള മസാല ആദ്യം റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഒരുപാട് കളർ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ആ സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ അടുത്ത് ഗരം മസാല കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മസാലപ്പൊടികളൊക്കെ ഒന്ന് റോസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ചേർക്കുന്നത്. ഉപ്പ്, മുളക് പൊടി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചതാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ മസാലയിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കാനായിട്ട് 4 മുട്ട ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിയും പിന്നെ 1 കപ്പ് പാല് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ അടുത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി പോള ഉണ്ടാക്കാനുള്ള പാത്രം സ്റ്റവിലേക്ക് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് എല്ലായിടത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിവശത്ത് എല്ലായിടത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ 1/4 ഭാഗം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ട് ഇതിന് മുകളിലൂടെ എല്ലായിടത്തേക്കും ഒരുപോലെ ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ബാക്കിയുള്ള 1/4 ഭാഗം ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കും ഒരുപോലെ ആവുന്ന രീതിയിൽ, ഒരുപാട് കുത്തി ഒഴിക്കാതെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് എല്ലായിടത്തേക്കും ഒരുപോലെ ആവുന്ന രീതിയിൽ മസാല കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേണ്ടി വരും ഇത് വേവാനായിട്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നിട്ടൊന്ന് കുത്തി നോക്കാം, ഉൾഭാഗം ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സ്ക്യൂവറിലൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി അഥവാ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു നെയ്യ് പുരട്ടിയിട്ടുള്ള പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം കൂടി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 5-6 മിനിറ്റ് അങ്ങനെ വെച്ചാൽ തന്നെ മുകൾ ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചെറു ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ അടിപൊളിയാണ്. നമുക്ക് ഒരു പീസ് കഴിച്ചാൽ തന്നെ വയറ് നിറയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം. നമ്മളിതിലേക്ക് മൈദക്ക് പകരം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പോളകളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.